ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ചലച്ചിത്ര നിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് എഡിറ്റിംഗ് എന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അറിയാമെങ്കിലും പ്രേക്ഷകർ അതറിയുന്നതേയില്ല. പ്രേക്ഷകർ ഒട്ടുമേ അറിയാതെ കടന്നു പോകുന്ന എഡിറ്റിംഗ് ആണ് ഉദാത്തമായ എഡിറ്റിംഗ് എന്നതാണ് വസ്തുത. പ്രശസ്ത ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാമുമായുള്ള അഭിമുഖം തുടരുന്നു. സിനിമകൾ എഡിറ്റ് ചെയ്യുന്നതല്ലാതെ സിനിമകൾ കാണാൻ സാവകാശം കിട്ടാറുണ്ടോ? അതായത് സ്വന്തം സിനിമകളല്ലാതെ മറ്റുള്ള ആൾക്കാർ എഡിറ്റ് ചെയ്ത സിനിമകൾ, ഇപ്പം നമ്മുടെ സമകാലികരായിട്ടുള്ള മലയാളത്തിന് പുറത്തുള്ള തെന്നിന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയുള്ള എഡിറ്റർമാരിൽ ഏറ്റവും അധികം ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരു എഡിറ്റർ അല്ലെങ്കിൽ ഒരു കൂട്ടം എഡിറ്റർമാരുടെ പേര് പറയാമോ? ഞാൻ എഡിറ്റിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഇൻസ്പയർ ചെയ്തിട്ടുള്ള എഡിറ്റർ എന്ന് പറയുന്നത് ബി ലെനിൻ. അതിൻ്റെ ഒരു എഡിറ്റിംഗ് തമിഴിലായിരുന്നല്ലോ, തമിഴിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് വെങ്കിട്ടരാമൻ സാറിൻ്റെ രീതികളൊക്കെ, പക്ഷേ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം. പക്ഷേ ഞാൻ പടങ്ങളൊക്കെ കാണും. ഇപ്പോഴാണ് പടങ്ങൾ കാണാൻ കുറവ്. കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും സമയം കിട്ടില്ല. ഏതെങ്കിലും ഒരു ദിവസം ഒരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ദിവസമായിരിക്കും എന്തെങ്കിലും ഒരു പ്രോഗ്രാം കയറി വരും. എന്നാലും സാധിക്കുന്നത്ര കാണാൻ ശ്രമിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ടി വിയിലായാലും കാണും. പിന്നെ ആന്റണിയുടെ ഒരു എഡിറ്റിംഗ് പാറ്റേണും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അങ്ങനെ പലരും ഇൻഡസ്ട്രിയിലൊരു ബിഗ് നെയിമാണ് ശ്രീകർ പ്രസാദ്. ശ്രീകർ പ്രസാദിന്റെ എന്തെങ്കിലും സവിശേഷത തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വർക്കുകൾ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യം ഓൺലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇതിനെ കുറിച്ചൊന്ന് ഒരു കറക്റ്റായിട്ടൊരു ഫൈനൽ അനലൈസ് ചെയ്യണം. കാരണം ഇൻഡസ്ട്രിയിൽ ആരും വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു അന്ന്. ഇൻഡസ്ട്രിയിലൊന്നും വേറെ ആരും ഒരു എഡിറ്റേഴ്സ്, ഓൺലൈൻ എഡിറ്റേഴ്സ് ഇല്ലായിരുന്നു. അപ്പം ഞാനിത് പഠിച്ചതിന് നമ്മൾ ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു. അപ്പോൾ സിനിമ വർക്ക് ചെയ്തതിനുള്ള ഒരു പ്രാക്ടിക്കൽ ചില കാര്യങ്ങളൊക്കെ ഒന്നും കറക്റ്റായിട്ട് നേരിട്ട് മനസ്സിലാക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഞാൻ 2-3 ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് പഴയ ലെജൻഡറി എഡിറ്റർ എന്നൊക്കെ പറഞ്ഞ ഋഷികേശ് മുഖർജിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നു. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ തയ്യാറല്ല. കാരണം ഓരോന്നിനും ഈ കാലഘട്ടത്തിലെ അല്ല അന്നത്തെ സിനിമ ഇല്ലേ, അന്നത്തെ മേക്കിംഗ് സ്റ്റൈലും വേറെയാണ്, ടെക്നോളജി, അന്നത്തെ പ്രേക്ഷകരുടെ മനസ്സും വേറെയായിരുന്നു ഇല്ലേ. ഇന്ന് എപ്പോഴും പല സിനിമകളിലെയും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു പ്രേക്ഷകന്റെ ടേസ്റ്റ് ആയിരിക്കില്ല അന്നുള്ളത്. ഈവൻ നമ്മുടെ പോലും ടേസ്റ്റ് ആയിരിക്കും ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ, ഒരിക്കലല്ല. അപ്പം നമ്മൾ അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എന്നാലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമ്പസ് പിള്ളേരുടെ കൂടെ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത്. വൈബ്. ഞാൻ ഇവരുടെ മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാനിപ്പോഴും പറയാറുള്ളത്, ഞാൻ ഓരോ പടം ക്യാമ്പസ് ചിത്രം ചെയ്യുമ്പോഴും ഞാൻ ആ ക്യാമ്പസിലെ സ്റ്റുഡൻ്റായിട്ട് മാറുകയാണ് ചെയ്യാറ്. മലയാളത്തിന് പുറത്ത് സിനിമകൾ ചെയ്യുന്നു. മലയാളത്തിന് പുറത്ത് ഞാൻ 1-2 സിനിമ, ഒരു ഇംഗ്ലീഷ് പടം ചെയ്തിരുന്നു. അത് ഇൻ ദ നെയിം ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞ്. സത്യത്തിൽ അത് സംഭവിച്ചത് ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഭയങ്കര ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെ മലയാളത്തിൽ തന്നെ നിന്നു. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ സ്ഥിരമായിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് പോയപ്പം മറ്റ് ഭാഷകളെ കുറിച്ച് അന്വേഷിച്ച് പോയില്ല. ശരിക്കും പറഞ്ഞാൽ അതിൽ നഷ്ടബോധം തോന്നാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ തോന്നുന്നവരുമുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോൾ. കാരണം എന്നെ ചിരഞ്ജീവിയുടെ പടം വർക്ക് ചെയ്യാൻ വേണ്ടി വളരെ നിർബന്ധിച്ച് അദ്ദേഹം വിളിച്ചാണ് 2 പ്രാവശ്യം. അദ്ദേഹത്തിന് ബ്രദർ നേരിട്ടു എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എഡിറ്റർ ഷുഡ് നോ ലാംഗ്വേജ് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല പേടിക്കണ്ട, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം. അതൊരു ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചാൽ നന്നായി അല്ല, അത് ശരിയാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ കറക്റ്റ് ലാംഗ്വേജ് നന്നായിട്ട് അറിയുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ശരിക്കും ഉപയോഗിക്കാറുണ്ട്. ലാംഗ്വേജ് നന്നായി യൂസ് ചെയ്യാറുണ്ട്. ലിറ്റററി അത് മനസ്സിലായില്ല, അതെങ്ങനെ? അതൊക്കെ ഉണ്ട് ലിറ്റററി ആയിട്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമുക്ക് ചില ഡയലോഗ്സുകളുടെ ഇടയിൽ ചിലപ്പോൾ ചില സെൻറ്റൻസുകൾ വേണ്ട അല്ലെങ്കിൽ എന്നൊക്കെ വെക്കാം. അതിൻ്റെ ലിങ്ക് കറക്റ്റായിട്ട് കിട്ടും എങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചില വാക്കുകൾ ചിലപ്പോൾ റിപ്പീറ്റേഷൻ തോന്നിക്കും, ചില ഡയലോഗ്സുകൾ. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് അത്രയും നമുക്ക് അതിൽ തറവാവുന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത് കൃത്യമായിട്ട്. ഇതൊക്കെ പുതിയ അറിവുകളാട്ടോ. ശരിക്കും എഡിറ്റർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആർക്കും വലിയ ധാരണയില്ല അല്ലേ? അല്ല, എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയാണ് എഡിറ്റിംഗ് എന്നാണ്. സോഫ്റ്റ്വെയർ പഠിച്ച എഡിറ്ററായി എന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല. എനിക്ക് വേൾഡ് സ്പേസ് റേഡിയോ എന്ന് ഒരിക്കൽ ഇൻ്റർവ്യൂവിന്
വരുന്നത്. ആ കുട്ടി ആദ്യമേ എന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരി വൺ യൂസ് ടു തിങ്ക് എഡിറ്റിംഗ് ഈസ് എ ടെക്നോളജി, ബട്ട് ഐ ബിലീവ് ഇറ്റ്സ് നോട്ട് എ ടെക്നോളജി. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ലിറ്റററി സയൻസ് ക്രിയേറ്റിവിറ്റി. ഐ ആം ഷുവർ ഇറ്റ്സ് ട്രൂ. അതാണ് അതിന്റെ സത്യം. ഒരു സിനിമയെ ഈ കാണാൻ ഉള്ള ഒരു കാര്യമാക്കുന്നത് എഡിറ്റിംഗ് ആണെന്ന് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താമെന്ന് തോന്നുന്നു ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ എനിക്ക്. മറ്റൊരു ചോദ്യം, ഈ മലയാള സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാവുകത്വ പരിണാമമുണ്ടല്ലോ, ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ സെൻസിബിലിറ്റി മെല്ലെ ഷിഫ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരുന്നതിനെ കുറിച്ചിട്ട് എങ്ങനെയാ കാണുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമയുടെ മൂവ്മെന്റ്സ് ഒക്കെ എപ്പോഴും നല്ലതാണ്. പ്രേക്ഷകനും നല്ല സിനിമകൾ എന്നും ആസ്വദിക്കും. ഇപ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത്, നല്ല സിനിമകളെല്ലാം ഓടുന്നുണ്ട്, അത് കാണാൻ പ്രേക്ഷകരും ഉണ്ട്. അവർക്ക് തിയേറ്ററിൽ വന്ന സിനിമയാണ്. എല്ലാവരും വരെ തിയേറ്ററിലേക്ക് ആരും വരില്ല ഒന്നുമല്ല. നല്ല സിനിമ നല്ല പ്രോഡക്റ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണും, ആസ്വദിക്കും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അപ്പം നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആള് തിയേറ്ററിലേക്ക് വരും. സിനിമകളിൽ പുതിയ യുവാക്കൾ കടന്നു വരുന്നുണ്ടല്ലോ, എങ്ങനെയാ എഡിറ്റിംഗിലെ പുതിയ തലമുറ? അവര് സീരിയസ് ആയിട്ട് കാണുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന നല്ല എഡിറ്റേഴ്സ്, ഒത്തിരി പേരുണ്ട്. ഞാനിപ്പോൾ ആരെങ്കിലും ഒരാളുടെ പേരോ രണ്ടാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പേര് മെൻഷൻ ചെയ്യാത്തവർക്ക് വിഷമം തോന്നും. ഒന്നാമത് എനിക്ക് എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ട്, എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പണ്ട് കാലത്ത് ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു എഡിറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു പരസ്പര സൗഹൃദം ഭയങ്കര കുറവായിട്ടിരുന്നത്. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ പലരും ആക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു വിഷമമില്ല. ഒന്നാമത് അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ മെയിൻ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉള്ളതിന് കാരണം വെച്ചാൽ ഒരു എഡിറ്റർക്ക് ഒരേ സമയത്ത് 4-5 പടമൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ പടങ്ങൾ പിടിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാകും. അതുപോലെ ഇത്രയും കാലം ഈ രംഗത്ത് സജീവമായിട്ടുണ്ടായി, സർഗാത്മകമായി പ്രവർത്തിച്ചു. ഇതിനൊക്കെ ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ അവാർഡുകൾ തേടി വന്നിട്ടുണ്ടോ? അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയാൻ ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരും വിശ്വസിക്കാത്ത രീതിയിൽ ആ പടത്തിൻ്റെ എഡിറ്റിങ്ങിന് അവാർഡ്, അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡൊന്നും അന്നത്തെ കാലത്ത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമായിരുന്നില്ല. അതായത് CID മൂസയുടെ എഡിറ്റിങ്ങിനായിരുന്നു. അതിൽ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CID മൂസ ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ഒരു 10 ദിവസം ഇന്ത്യ ടുഡേ എന്നൊരു ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. അപ്പോൾ റിപ്പോർട്ടർ എന്നോട് ചോദിച്ചു, രഞ്ജൻ ഇത്രയും വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, രഞ്ജൻ അവാർഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ, ആ ജോലി എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അവാർഡ് കിട്ടാത്തത് ജോലിയെ ബാധിച്ചിട്ടില്ല, പക്ഷേ ഒരു അവാർഡ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. കാരണം ഒരു അവാർഡ് കിട്ടിയാണെങ്കിൽ എന്നെ എൻ്റെ നാട്ടിൽ തിരിച്ചറിഞ്ഞായിരുന്നു തോന്നിയിട്ടുണ്ട്. കാരണം ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാലേ ഇവന് പണിയറിയാവുള്ളൂ നാട്ടുകാരുടെയൊക്കെ ചിന്ത. അത് സത്യമായിരുന്നു, മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ജോണി ആൻ്റണി CID മൂസ ഡയറക്ടറാണ്, അദ്ദേഹം ചെന്നൈ വന്നപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പറയും, രഞ്ജമായി അവാർഡിന് രഞ്ജമ്മയുടെ ഏതെങ്കിലും പടം പോയിട്ടുണ്ടോ ഈ വർഷം ഏതെങ്കിലും പടം? ഞാൻ പറഞ്ഞു, അന്ന് മിഴി രണ്ടിലും അമ്പം കിളിക്കൊടി 2 പടം പോയിട്ടുണ്ട്, CID മൂസ അയച്ചിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ പറയും, പക്ഷേ എൻ്റെ ആഗ്രഹം CID മൂസയുടെ എഡിറ്റിങ്ങിന് ഒരു അവാർഡ് കിട്ടുന്ന എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടേണ്ടായിരുന്നു ഞാൻ ഭായി, തീർച്ചയായിട്ടും അതിൻ്റെ അവാർഡ് എഡിറ്റിങ്ങിന് ഒരു അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതിനൊക്കെ എവിടെ അവാർഡ് കിട്ടാനായിരുന്നു ഭായി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരിക്കുമ്പോഴാണ് ആ പടത്തിൻ്റെ എഡിറ്റിങ്ങിന് അവാർഡ് കിട്ടുന്നത്. പക്ഷേ അത് ഹരിഹരൻ സാറായിരുന്നു എൻ്റെ ജൂറി ചെയർമാൻ. അപ്പോൾ എൻ്റെ എഡിറ്റർക്ക് അവാർഡ് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അനീതിയായിരിക്കും. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു. പിന്നീട് ഞാൻ അറിഞ്ഞത് നാഷണൽ അവാർഡിനും അത് ജൂറിയിൽ വന്നു, ശരിക്കും പറഞ്ഞാൽ റണ്ണറപ്പായി പോയി എന്നാണ് പറയുന്നത്. സെക്കൻഡ് പ്രൈസ് ഇല്ലല്ലോ, അതുകൊണ്ട് മിസ്സായി പോയി എന്ന് അറിഞ്ഞത്. ഇപ്പോഴത്തെ ഈ അവാർഡ് നിർണ്ണയ രീതിയിലുള്ള ഒരു പാളിച്ച അതാന്ന് തോന്നുന്നു. അതായത് ഇവർ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ വളരെയധികം കമേഴ്ഷ്യൽ സ്വഭാവമുള്ള സിനിമകളെ മാറ്റി നിർത്തുകയും, അപ്പോൾ അതിൽ പക്ഷേ ഇതുപോലുള്ള ടെക്നിക്കൽ സൈഡൊക്കെ അവഗണിച്ച് പോവുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അവാർഡ്? തീർച്ചയായും എനിക്ക് ഭയങ്കര നിരാശ തോന്നിട്ടുള്ള 1-2 പടങ്ങളുണ്ട്. ക്ലാസ്മേറ്റ്സ്, അയാളും ഞാനും തമ്മിൽ. അപ്പോൾ അതാണ് പറഞ്ഞില്ല, ആദ്യദിവസം തന്നെ ഇപ്പം ക്ലാസ്മേറ്റ്സ് തന്നെ ഒത്തിരി സീക്വൻസുകൾ കളഞ്ഞിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം ഒത്തിരി അതുപോലെ ഇപ്പം എന്നിട്ടും ഇപ്പോൾ ഫൈനലി സെക്കൻഡ് ഹാഫ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാല് കണ്ടിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല. ആ കൂടെ ടെൻഷനായിരുന്നു, എന്താ ചെയ്യുക. അന്ന് ഒരു ദിവസം രാത്രി 11:30 മണിയായി. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ലാല് നമുക്ക് നിർത്താം, നമുക്ക് രാവിലെ ഇരിക്കാം എന്ന് പറഞ്ഞു. രാവിലെ ഞാൻ നേരത്തെ വരും, ഞാനെപ്പോൾ വരും? ഞാൻ പറഞ്ഞു, ലാലെപ്പോഴാണ് വരുന്നത്? ഞാൻ 7 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലാല് വരുമ്പോൾ ഞാൻ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ റൂമിൽ ഞാൻ പറഞ്ഞില്ല ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി പുറത്ത് പോയിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അപ്പോഴത്തേക്കും വർക്ക് ഫിനിഷ് ചെയ്ത്. ഇത് ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ലാൽ ശരി കാണാമെന്ന് പറഞ്ഞ് കണ്ട് സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാല് കെട്ടിപ്പിടിച്ചിടൂ ഗംഭീരമായിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ്. ലാല് 7 മണിക്ക് വരാമെന്ന് പറഞ്ഞ് വന്നു, ഞാൻ 4 മണിക്ക് വന്നു. അത്രേ വ്യത്യാസമുള്ളൂ അയാള്. അന്ന് രാത്രി ശരിക്കും ഉറങ്ങാത്ത ആള് രഞ്ജനായിരിക്കും തീർച്ചയായിട്ടും. അപ്പം അത് നമുക്ക് ആ സമയം കൊണ്ട്
വർക്ക് ചെയ്ത് ചില സമയത്ത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ തോന്നിച്ചു. നമുക്ക് ഈ സംസ്ഥാന ഗവൺമെന്റ് അവാർഡിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഒക്കെ ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ഇൻ ദ നെയിം ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞ പടം തീർച്ചയായിട്ടും അവാർഡുകൾ ഇന്റർനാഷണൽ ലെവലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ശ്രീലങ്കൻ തമിഴ്സിന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. അതിന് ഒത്തിരി ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്കതിൽ ഒത്തിരി സന്തോഷവും അഭിമാനം തോന്നിയത് ജെയിംസ് കാമറൂൺ ആ പടം കണ്ടിട്ട് പറഞ്ഞത് വളരെ സ്ലിക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞത് അത്രേ. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വലിയൊരു അവാർഡാണ്, ഓസ്കാർ അവാർഡാണ്. അപ്പം ഓസ്കാർ അവാർഡ് എന്നുള്ള ആ വാക്ക് വന്നപ്പോൾ ഞാൻ ഓർമ്മ വരുന്ന കഴിഞ്ഞ വർഷം ഞാനൊരു സിനിമ ചെയ്തിരുന്നു, ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ്. ഹിന്ദിയിലാണ് സിനിമ നിർമ്മിച്ചത്. മലയാളത്തിൽ വിൻസി അലോഷ്യസ് ആയിരുന്നു നായികയായിട്ട് അഭിനയിച്ച. സിസ്റ്റർ റാണി മരിയ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, മലയാളിയ സിസ്റ്ററാണ്, പെരുമ്പാവൂരുകാരിയാണ്. ഒരു ഇൻഡോറിൽ അവിടുത്തെ ആദിവാസികൾക്കിടയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ജന്മിമാർ അവരുടെ ഉന്നമനത്തിനായിട്ട് വർക്ക് ചെയ്തതിൽ ഇഷ്ടപ്പെടാതെ അവരെ ഒരു ദിവസം ഒരു ഒരാളെ വെച്ച് കൊല്ലിച്ചു. അപ്പോൾ അവരുടെ ആ ബയോപിക് ഞങ്ങളൊരു സിനിമയാക്കി. ശരിക്കും ഞങ്ങളുടെ ഒരു 6-7 വർഷത്തെ അധ്വാനമാണ് ആ സിനിമ. കാരണം അതിനൊരു പ്രൊഡ്യൂസറെ കിട്ടണം. കാരണം ഇത് നായിക പ്രാധാന്യമുള്ള സിനിമയാണ്, കൊമേഴ്സ്യൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ആ സിനിമ അങ്ങനെ ബോംബെയിലെ സെൻറ്റ് സേവിയർസ് കോളേജാണ് അത് ഫണ്ടിങ് ചെയ്യാൻ സമ്മതിച്ചിരുന്നു. അപ്പോൾ ഡയറക്ടർ അവിടുത്തെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരുന്നു. അദ്ദേഹം ഒരുപാട് ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 35 കൺട്രീസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമ ഞങ്ങൾ പൂർത്തിയാക്കി. അതിന് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് അവാർഡ് കിട്ടി. ഈവൻ ഓസ്കാറിന് പോലും എൻട്രി കിട്ടി. ഓസ്കാറിൽ നമുക്ക് ഫൈനൽ ലിസ്റ്റിൽ വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ അവർ ഫസ്റ്റ് സെലക്ട് 150 പടങ്ങളിലുണ്ടായിരുന്നു. അതുപോലെ മ്യൂസിക്കിനായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും അതും ഓസ്കാർ എൻട്രി ഉണ്ടായിരുന്നു. 96 സെലക്ഷനിൽ ഒന്ന് നമ്മുടെ പടമായിരുന്നു. ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതൊരു വലിയ തീർച്ചയായിട്ടും വലിയ അച്ചീവ്മെൻ്റാണ്. ആ പടം കണ്ട എല്ലാവർക്കും ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു എന്ത് ഗംഭീര സിനിമയാണ്, എത്ര ഗംഭീരമായിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ കേരളത്തിൽ മലയാളം വെർഷൻ കേരളത്തിൽ റിലീസ് ചെയ്തു. കേരളത്തിൽ നല്ല റെസ്പോൺസ് കിട്ടിയ പടമാണ്. താമസിയാതെ OTT പ്ലാറ്റ്ഫോമിൽ വന്നേക്കാം വരും. അപ്പം നമ്മളെന്നാ വെച്ചാൽ ഇപ്പം അത് സ്പാനിഷിൽ ഡബ് ചെയ്യുന്നുണ്ട്, പിന്നെ തെലുങ്കും തമിഴും ഡബ് ചെയ്തു ഡബ് ചെയ്തും കഴിഞ്ഞു അത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തതിന് ശേഷം OTTയിൽ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യണം. മറ്റ് അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇതൊരു എന്താണ് നമ്മുടെ കരിയറിലൊരു രജത രേഖയായിട്ട് അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം അത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് ആ പടത്തിൻ്റെ ഒരു വിജയം. പ്രശസ്ത ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാമിന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും നാളെ തുടരും. അഭിമുഖം നിർവഹണം KV ശരത് ചന്ദ്രൻ. നിർവഹണ സഹായം SR മായ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.